നല്ല വീടല്ലേ സാറേ? ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. 35 ഇൻഡോർ വർക്കടക്കം മാക്സിമം ഒരു 40 ലക്ഷം രൂപ. നിങ്ങൾ എഞ്ചിനീയറാ? അല്ലല്ല, ഞാൻ ICFC ബാങ്കിന്റെ ഫീൽഡ് എക്സിക്യൂട്ടീവാ. ഞാൻ കയറിയപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളൊരു വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ശരിയല്ലേ? ഇക്കാലത്തൊരു വീടെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതൊരു വിഷയമേ അല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ വീടെടുക്കുകയാണെന്ന് അറിയുക പോലുമില്ല. നിങ്ങൾ നേരത്തെ കണ്ട വീടില്ലേ, അത് ഞങ്ങൾ എടുത്തു കൊടുത്താ. അയാൾ ജർമ്മനിയിലായിരുന്നു, ഒന്നും അറിഞ്ഞില്ല, 1 രൂപ മുടക്കിയിട്ടുമില്ല. വീട് വെച്ച് താക്കോല് നമ്മൾ കൈ കൊടുത്ത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു 1200 സ്ക്വയർ ഫീറ്റ് വീട് മതിയാകും. 4 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ്, 2 നില. സാർ എവിടെ വർക്ക് ചെയ്യുന്നേ? ഞാൻ പുറത്തായിരുന്നു, വന്നിട്ട് കുറച്ചായി. അപ്പോൾ ഈസി ആയല്ലോ, നമുക്ക് NRI ലോൺ ചെയ്യാം. എത്ര വർഷമായി സാർ പുറത്ത്? 10-12 വർഷമായിട്ടുണ്ടാവും. ഓ അതെ അല്ലേ, അത് നന്നായി. എക്സ്ട്രാ ഒരു വീടെടുത്ത് വെക്കുന്നതേ നല്ലതാ. നല്ല റെന്റ് കിട്ടും. ആ റെന്റ് ലോണിലേക്ക് തട്ടിയാൽ മതി. ഫ്രീ ആയിട്ടൊരു വീട് കിട്ടിയില്ലേ? എന്ത് പറയുന്നു സാറേ? സാറേ, സാർ ആ ബിൽഡിംഗ് കണ്ടോ? സാറേ, ഇതിനൊക്കെ എന്തിനാ ഈ ACP ഷീറ്റ് ഇടുന്നത്? പറ സാറേ, പറ സാറേ. വാങ്ങിക്കാൻ വേണ്ടിയായിരിക്കണം. എന്ത്? ഒന്ന് സ്പൂഡായിട്ട് പറ സാറേ. എടാ, നീ എന്നാ ആൾ ഇൻസൾട്ട് ചെയ്യാ? നിനക്കറിയില്ലേ? എനിക്കറിയില്ലല്ലോ, എൻ്റെ പണി ഇതല്ലല്ലോ സാറേ. എൻ്റെ പണി അതാ? അല്ല, പോലീസുകാർക്ക് എല്ലാം അറിയാവുന്നാണല്ലോ വിചാരം. ഓ, ഈ ബസ്സിൽ എത്ര ആൾക്കാരുണ്ട്? ആരെങ്കിലും ഒരാൾ ഒച്ചയാക്കുന്നുണ്ടാ? നീ മാത്രമായിട്ട് കുറേ നേരമായിട്ട് കുണുകുണാക്കുന്നു. മിണ്ടാണ്ടിക്കണം. എടാ, ഒന്നുമില്ലെങ്കിൽ നീ ഒരു കൊലക്കേസ് പ്രതിയല്ലേ? അതിൻ്റെ എന്തെങ്കിലും ഒരു വിചാരം നിനക്കുണ്ടടാ? സാറേ, സാറ് രാത്രി വെള്ളമടിച്ച് ഓവറായ രാവിലെ കുറ്റബോധം തോന്നാറുണ്ടോ? ഉള്ളിൽ കുറ്റബോധം തോന്നിത്തുടങ്ങിയ പിന്നെ എല്ലാം യാന്ത്രികമാവുമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലാലേട്ടൻ്റെ വലിയ ഫാനാ. സാറിത് പറ, ACP ഷീറ്റ് സാറ് പറഞ്ഞില്ലേ? ഞാൻ കൊച്ചിനോട് ചോദിക്കുക. എടാ, അത് വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെയും മാളിൻ്റെയൊക്കെയാണ്. അത് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷീറ്റ് അടിച്ച് വെച്ചു എന്നേ ഉള്ളൂ. അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഓ, അങ്ങനെയാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ട് സാറേ. അങ്ങനെയാണെങ്കിൽ ഈ ജയിലിലൊക്കെ എന്തിനാ ACP ഷീറ്റ് ഇടുന്നത്? പറ സാറേ.
ഡാ രമേശിനെ കണ്ട? എന്തിനാ മൂപ്പിക്കാനാ? ഞാൻ മൂപ്പിക്കോ ഒഴിപ്പിക്കോ ചെയ്യും, അത് നീ നോക്കണ്ട. കണ്ടിനെങ്ക അത് പറ. അയാൾ ഉടായ്പ സംഘത്തിലുണ്ടാവും. രാവിലെ തന്നെ വീശലല്ലേ, പോയി കമ്പനി കൊടുക്കും. കമ്പനിക്കാര് രാവിലെ തന്നെ തുടങ്ങിയ രമേശാ, ഇങ്ങനെ അടിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പോകേണ്ട ആളങ്ങ് പോയില്ലേ. എന്താ നിന്റെ മനസ്സിൽ? രണ്ടും കൽപ്പിച്ച് വരുമ്പോട്ട് നിൽക്കുക. ഒരു കാര്യം പറയാനുണ്ട്. അവൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം പണിയാൻ പറ്റിയ ദിവസം. നിന്റെ മനസ്സിലെ പുണ്ണ് പഴിപ്പിക്കാണ്ട് അവനെ കൊന്നിട്ടല്ല, ജയിലിൽ പോയി അന്തസ്സോടെ കിടക്ക്. നിനക്ക് മനസ്സമാധാനെങ്കിലും കിട്ടും. ഈ പേട്ട് വെള്ളം കുടിച്ചാലൊന്നും നിന്റെ ഉള്ളിലെ തീ കേടൂല രമേശ. വണ്ടിയുണ്ടോ? വണ്ടിയുണ്ട്. നിനക്കിത് മതിയെങ്കിൽ ഞാൻ അടിക്കട്ടെ? അല്ലേ വേണ്ട, പോലീസ് പിടിക്കും. കപ്പ് സാറേ. സാധനം കയ്യിലുണ്ടല്ലോ. ഒരുത്തനോട് ഇറങ്ങിയിട്ടുണ്ട്. എളുപ്പമായി ഓ. ശരി. നിങ്ങളെ ബാങ്ക് ഭൂമി കൊടുക്കുന്നുണ്ടോ? ഭൂമിയില്ല സാർ, ഭൂമിയുടെ ഈടിലാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. സാറിന്റെ പ്രോപ്പർട്ടി എവിടെയാ? വയനാട്. ഓ, ബെസ്റ്റ് സ്ഥലല്ലേ. വയനാട്ടിൽ എവിടെയാ? പുത്തുമല എന്ന് പറയും. പുത്തുമല കേട്ടിട്ടുണ്ട്. കേൾവിയിലേ ഉള്ളൂ, കാഴ്ചയിലില്ല. ഒരു 10 സെന്റ് സ്ഥലവും എൻ്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ വീടും കാഴ്ചയിലേ ഇല്ല. അവിടെ ജീവിച്ചവരും ഇപ്പോൾ ഞാൻ മാത്രം ബാക്കിയായി. ഭൂമിയിലല്ലാണ്ട് ലോൺ കൊടുക്കുന്ന വല്ല പ്ലാനും ഉണ്ടാ നിങ്ങളുടെ ബാങ്കിൽ?
ഓസിനൊരു സ്വപ്നം കണ്ടു അല്ലേ? എടാ എനിക്ക് ചാടണ ചാടറാ ചാടിക്കൊന്ന് നീ പോയി രക്ഷോട്ടോടാ ചാട്. ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ ഒട്ടും? നിങ്ങളെ ഞാൻ വിശ്വസിച്ചു, കാത്തിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ മറന്നു. അങ്ങനെയൊന്നല്ല. ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? നിനക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ല, പൊട്ടി. രണ്ടാം കെട്ടാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിന്നു. അവള് തിരിച്ചു വന്നപ്പോൾ ഞാൻ പുറത്ത്. സുഖമല്ലേ എല്ലാവർക്കും? ചോദിച്ചു കേൾക്കുമ്പോൾ പറയാനൊരു സുഖം. പത്രത്തിലൊന്നും വായിച്ചില്ലേ? പത്രത്തിൽ അങ്ങനെ പലതും ഉണ്ടാവും. ലോട്ടറി എടുത്ത് റിസൾട്ട് നോക്കുന്ന പോലെ ഞാൻ രാവിലെ ഇരുന്ന് പരതണോ? അറിയാത്തത് നന്നായി. മാറി കുറ്റപ്പെടുത്താൻ ഒരാളുണ്ടല്ലോ. അറിഞ്ഞുകൊണ്ട് കയറി തന്നെ ബസ്സിൽ. കേൾക്കാൻ മനസ്സുണ്ടാവുമെന്ന് കരുതി. കേട്ടാലല്ലേ ബാക്കി പറയാൻ പറ്റൂ. അന്ന് കാണാതായപ്പോൾ എന്തൊക്കെ കണക്കൂട്ടി കാണും. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. വണ്ടി മുഖന്തം പറ്റീന പറ്റിയോ വല്ലതും? അവസാനം എന്നെ വീഴ്ത്തിയല്ലേ? അമ്മയാണ് ഞാൻ വീഴ്ത്തിയല്ല. ആ കാറുകാർ കുറേ വന്നിട്ട് ഞാൻ വെറുതെ പറഞ്ഞതാ. ഹോസ്പിറ്റലിൽ പോയാലോ? എടാ മാറിക്കാൻ മൊത്തം മാറിക്ക്. എന്താ കളിക്കുന്നത്? എടാ നീ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കേണ്ട സമയത്ത് ഇത് പൊഞ്ഞോടുക്കൊന്ന് ഏത് സമയത്ത് പൊട്ടിത്തെറിക്കും. മാറിക്ക് മൊബൈലിനെ കുറിച്ച് മാറിക്കണം. മൊത്തം മാറിക്ക്. എല്ലാവരും മാറിക്ക്. മാറുന്നത് എന്താ കളിക്കുന്നത്? മാറി മാറി മൊത്തം മാറി അടക്കില്ല. മാറി നിങ്ങൾ ഈ ഭാഗത്ത് മാറി അങ്ങോട്ട് പറയാം. ഈ ഭാഗത്ത് മാറി ആള് മാറി കൊടുക്കുക. അങ്ങോട്ട് മാറി കൊടുക്കുക.
സാറേ എയർ ക്യാമ്പിലെ 924 സുധാകരനാണേ സാറേ. സാറേ ഞാനും ഗോപിനാഥനും കൂടി കൊണ്ടുപോയി പ്രതി ബസ്സിൽ നിന്ന് ചാടിയിട്ടുണ്ട്. ആ വിവരം അറിയിക്കാൻ വേണ്ടി വിളിച്ചാന്ന്. അതെ സാറേ, അതെ, ഒന്ന് വേഗം വരണം സാറേ.